ബാബ ഉറങ്ങാറായടാ? നമുക്ക് ഉറങ്ങാം. കരയാതെ ഉറങ്ങിക്കോ. ഓൻ ഉറങ്ങിയോ? പകലുറങ്ങാത്തോണ്ടാന്ന് തോന്നുന്നു മോൻ പെട്ടെന്ന് ഉറങ്ങി. അച്ഛൻ വന്നതുകൊണ്ട് മനസ്സിനൊരു ധൈര്യം ഉണ്ടല്ലേ ആലിസേ? അതൊരു ധൈര്യല്ലേ? ഒന്നും അച്ഛൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ എന്നെ മോനെ ഇവിടെ നിർത്തില്ലായിരുന്നു. SP സാറിനെ പോലൊരാള് ഇവിടെ വന്ന് താമസിക്കുന്ന വിവരം പോലീസ് അറിയാതിരിക്കോ? എന്തായാലും ആ SI അറിയാതിരിക്കില്ല. മാഡം സാറിന്റെ മരുമകളാണെന്ന് അയാൾ പറയില്ലേ? ആലിസ് പറയുന്നത് ശരിയാ. അച്ഛന്റെ താമസ സ്ഥലത്തെ പറ്റി ലോക്കൽ പോലീസ് അറിഞ്ഞിരിക്കേണ്ടതാ. താമസ റോസ്ലി ബംഗ്ലാവിലെന്ന് പറഞ്ഞ അയാൾ ഇവിടെ നടന്ന സംഭവം അറിയിക്കില്ലേ? പിന്നെന്തിന് സാർ അത് അറിയാത്തതായി ഭാവിക്കുന്നു? മീറ്റിംഗ് എന്നൊക്കെ സാറ് പറഞ്ഞത് സത്യമായിരിക്കില്ല മാഡം. ഒരു അഡ്വക്കേറ്റായ എന്നേക്കാൾ കടന്നു ചിന്തിക്കാൻ ആലീസിന് കഴിഞ്ഞു. പിന്നെന്തിനാവും അച്ഛൻ കള്ളം പറഞ്ഞു വന്നത്? എന്തോ വ്യക്തമായ ലക്ഷ്യം SP സാറിനുണ്ട്. ആരെയോ ലക്ഷ്യം വെച്ച SP സാറ് വന്നിരിക്കുന്നത്. ജയന്തി മാഡത്തോടും ഒഫീഷ്യൽ മീറ്റിംഗ് എന്ന് കള്ളം പറഞ്ഞു. ആലീസ് എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാ മാഡം. മാഡം ചെന്ന് ചോദിക്കും. അച്ഛൻ നന്നായി മദ്യപിച്ചിട്ടുണ്ട്. ഇപ്പൊ കിടന്നു കാണും. പോലീസുകാരല്ലേ, ആരെങ്കിലും തപ്പി ഇറങ്ങിയതാവും. എന്നോട് പറയണ്ടെന്ന് കരുതി കാണും. പിന്നെ അച്ഛൻ ഇവിടെ ഉള്ളത് ഒരു ബലമല്ലേ. ഇന്ന് ആരെയും പേടിക്കാൻ നല്ല സുഖമായി ഉറങ്ങാലോ. ആലിസ് എന്ന റൂമിലേക്ക് പോയിക്കോ. തണുപ്പിൽ നിലത്ത് കിടക്കണ്ട. ഈ രാത്രി ഒരു പേടിയും വേണ്ട. SP വിശ്വനാഥനല്ലേ റോസ്ലി ബംഗ്ലാവിലുള്ളത്. ചേച്ചിയാ? ഹലോ ചേച്ചി. മോള് വിളിച്ചിരുന്നു അല്ലേ? എത്ര തവണ വിളിച്ചെന്നോ? റിങ് ചെയ്യുന്നല്ലാതെ അച്ചേച്ചി ഫോൺ എടുക്കാതിരുന്ന എന്ത് ചെയ്യും? എന്തേലും വിശേഷമുണ്ടോ മോളെ? അതൊന്ന് പറയാനല്ലേ വിളിച്ചത്. ഇന്റർവ്യൂവിന് ചേച്ചിക്ക് ലെറ്റർ വന്നു. ഇന്നാ പോസ്റ്റ്മാൻ ലെറ്റർ കൊണ്ടുവന്നത്. അടുത്ത മാസം 16-നാ ഇന്റർവ്യൂ. അച്ചുവേച്ചി എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്ത് പറയാനാ മോളെ? അച്ചുവേച്ചി കരയാന്ന് എനിക്കറിയാം. അച്ചുവേച്ചി ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കാൻ പോവാ. നീ ഫോൺ കുഞ്ഞമ്മയ്ക്ക് കൊടുത്തേ. അമ്മയോട് സംസാരിക്കണമെന്ന്. മോളെ, കുഞ്ഞമ്മേ, എന്റെ മോടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. ജോലി കിട്ടുമെന്ന് നീ പറഞ്ഞത് ആരും വിശ്വസിച്ചില്ല. ഒടുവിൽ ലെറ്റർ വന്നു. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല കുഞ്ഞമ്മേ. ഇനി ആരും പേടിക്കണ്ട. മോളിങ്ങോട്ട് വാ. ഇവിടെ വന്നാൽ നിന്നെ ആരും ഒന്നും ചെയ്യില്ല. നീ ആ ഫോൺ കന്നേ. ചിറ്റപ്പനാ മോളെ, എല്ലാം രേവതി പറഞ്ഞല്ലോ. ഇന്റർവ്യൂവിന് ഇനിയും സമയമുണ്ട്. മോള് ഇനി അവിടെ നിൽക്കണ്ട. ലീവ് എടുത്ത് വീട്ടിലോട്ട് വാ. നീ തനിച്ചു വരണ്ട. അശോകനെ ആശാനെ ഞാൻ മൂന്നാറിലിവിടാം. അവരുടെ കൂടെ മോള് വന്നാൽ മതി. നാട്ടുകാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ഇനിയിപ്പോ ഒരു പേടിയും വേണ്ട. എനിക്ക് പേടിയൊന്നുമില്ല ചിറ്റപ്പ. ഫോൺ ഒന്ന് അമ്പളിക്ക് കൊടുക്കൂ. ആ, ഇതാ മോളെ.
അച്ചുവേച്ചി മോളെ അമ്പിളി, കരയല്ലേ? ഇനി അച്ചുവേച്ചി തിരിച്ചു വാ. അച്ചുവേച്ചി കാത്തിരുന്ന ആ ദിവസം വരാൻ പോന്നെ. അതെ മോളെ, ആ ദിവസം വന്നു. അച്ചുവേച്ചി എന്നാ വരുന്നത്? ഇപ്പോ അച്ചുവച്ചിക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല മോളെ. നാളെ ഞാൻ വിളിക്കാം. മോള് ഫോണൊന്ന് കുഞ്ഞമ്മയ്ക്ക് കൊടുക്ക്. ദാ അമ്മേ. മോളെ ജോലി സ്ഥലത്ത് പറഞ്ഞിട്ട് വന്നാ മതി കേട്ടോ. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു കുഞ്ഞമ്മ. അമ്പിളിയെ പഠിപ്പിച്ച് വലിയൊരു നിലയിലെത്തിക്കണം. രേവതിയെ നല്ലൊരു പയ്യന്റെ കൈ പിടിച്ചു കൊടുക്കണം. ഇനിയുള്ള കാലം കുഞ്ഞമ്മയും ചിറ്റപ്പനും സമാധാനത്തോടെ ജീവിക്കണം. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ. നിനക്കൊരു നല്ല മനസ്സുണ്ടല്ലോ, അത് മാത്രം മതി. ഞാൻ നിങ്ങളെ ചതിച്ചിട്ട് പോവില്ല കുഞ്ഞമ്മ. നിങ്ങളില്ലാതെ എനിക്കൊരു ജീവിതവും ഇല്ല. ഞാൻ ആരോടും പറയാതെ കടന്നു കളഞ്ഞതായി തോന്നിയ കുഞ്ഞമ്മ വിശ്വസിക്കരുത്. ഞാൻ ഈ ഭൂമിയിൽ ഇല്ലെന്ന് വേണം കുഞ്ഞമ്മ കരുതാൻ. നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് എനിക്കിനി ഇത് പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചു പറഞ്ഞത്. എന്റെ ജീവിതം കൊണ്ട് ഞാൻ നേടേണ്ടതെല്ലാം ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഞാൻ നേടി. ഇനിയുള്ള ജീവിതം എന്റെ കുടുംബത്തിന് വേണ്ടിയാ. അതിനെന്നെ കൊണ്ട് കഴിയാതെ വന്നാലോ എന്നുള്ള പേടിയാ. മോൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വാ. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുമില്ല കുഞ്ഞമ്മ വെച്ചു. അവൾ ഉടനെ വരില്ലേ? ഓരോന്ന് പറഞ്ഞ് കരച്ചില്ല. ഒന്ന് തിരിച്ചെത്തിയാ മതിയായിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞാലും ഓർഡർ വരാൻ 2-3 മാസം എടുക്കും. അതുവരെ അച്ചുവേച്ചി ഇവിടെ നിൽക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും അച്ചുവേച്ചി ഇനി തിരിച്ചയക്കരുത്. 2 മാസത്തെ ബുദ്ധിമുട്ട് നമ്മൾ സഹിക്കണം. അളിയ, ഞാനിപ്പോൾ അവളുടെ റൂമിലേക്ക് പോവുകയാണ്. ആ നിങ്ങളിനി പുറപ്പെട്ടോ. ശരി. നിങ്ങൾ വീടിന് പുറത്ത് വണ്ടിയിൽ തന്നെ ഇരുന്നാൽ മതി. ഞാൻ വിളിച്ചിട്ട് വാതിൽ തുറന്നുതരാം. ശരി അളിയ. എനിക്ക് കൂടെ വരാൻ കഴിയില്ല. ബോഡി സൂയിസൈഡ് പോയിന്റിൽ നിന്ന് വലിച്ചെറിഞ്ഞ് രാത്രി തന്നെ നടരാജൻ അവരെയും കൂട്ടി തിരിച്ചു പോകണം. രാത്രി തന്നെ ഞങ്ങൾ മടങ്ങും. നാളെ എത്തിയാലുടൻ നടരാജൻ പെരുമ്പടപ്പിനുണ്ടാവണം. എന്നാ നടരാജൻ വെച്ചോ, എന്നെ ഇനി വിളിക്കരുത്. ശരി അളിയ.
അർച്ചന. കഴുത്തിലൊരു കുരിശുമാലയും തൂക്കി ആലീസ് എന്ന് പേരും സ്വീകരിച്ച് നീ എന്റെ കുടുംബത്തിൽ കടന്നുകൂടിയാൽ ഞാൻ നിന്നെ തിരിച്ചറിയില്ലെന്ന് കരുതിയല്ലേ? എന്റെ മകന്റെ ജീവിതം ഇതുവരെ കൊണ്ടെത്തിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അത് നിലനിർത്താനും എനിക്കറിയാം. അവന്റെ ജീവിതത്തിൽ പടർന്നു പിടിച്ച ഇത്തിൽ കണ്ണിയാണ് നീ. പറിച്ചെറിയാൻ പലതവണ നോക്കിയിട്ടും എനിക്കതിന് കഴിയാതെ വന്നു. ഒടുവിൽ നീ എന്റെ കുടുംബത്തിലും പടർന്നു കയറി. ആ കള ഞാനങ്ങ് പിഴുതു കളയുക. നിന്റെ വിധി നീ തന്നെ ഇറന്നു വാങ്ങിയതാടി. നീ ഇനി ഈ ലോകത്തുണ്ടാവരുത്. ആലിസേ, ആലിസ് ഒന്ന് വാതിൽ ഓർക്ക്. ആലിസേ, എന്താ മാഡം? ഞാൻ ആകെ അങ്ങ് പേടിച്ചുപോയി. ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടാ ഞാൻ ഉണർന്നത്. നിലവിളിയോ? എപ്പോ? ഞാൻ കേട്ടില്ലല്ലോ. സത്യമോ ഞാൻ പറയുന്നത്? ആരോ അലറിക്കരയുന്ന ഞാൻ കേട്ടു. കരച്ചിൽ കേട്ടാ ഞാൻ ഞെട്ടി ഉണർന്നത്. ആലിസ് കേട്ടില്ലേ? ഞാനൊന്നും കേട്ടില്ല. അത് മാഡത്തിന് തോന്നിയതാവും. അല്ല, ആലിസിന് എന്തോ പറ്റിയെന്നാ ഞാൻ കരുതിയത്. എനിക്കെന്ത് പറ്റാനാ? ഞാൻ മാഡത്തിന്റെ മുമ്പിൽ തന്നെ നിൽക്കല്ലേ. പിന്നെ ആരാ നിലവിളിച്ചത്? ഇനി മാഡം സ്വപ്നം കൊണ്ട് പേടിച്ചതോ മറ്റോ ആണോ? അല്ല ആലിസേ. ആ, ഏതായാലും ഞാൻ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ. മാഡം, എന്താ ആലിസേ? അത് പിന്നെ മാഡം എന്തിനാ ഇപ്പൊ സാറിനെ പോയി വിളിച്ചുണർത്തുന്നത്? ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയല്ലേ മാഡം? ഒരു നിലവിളി കേട്ടിട്ട് അച്ഛനെ വിവരം അറിയിക്കേണ്ടതാണോ ആലിസ് പറയുന്നത്? നാളെ ഈ വിവരം അറിഞ്ഞാൽ അച്ഛൻ വഴക്ക് പറയത്തില്ലേ? കരച്ചിൽ ഞാൻ കേട്ടതാ, അത് തോന്നലൊന്നുമല്ല. വായിച്ചു കിടന്ന ആലിസ് ഉറങ്ങിയിട്ടുണ്ടാവും. മാഡം നിലവിളി കേട്ടു എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. അതിന് ഞാൻ ഉറങ്ങിയിരുന്നില്ല മാഡം. ഇന്നലെ മാഡം തന്ന നോവല് വായിച്ചിരിക്കുകയായിരുന്നു. സത്യത്തില് പേടിക്കേണ്ടത് ഞാനാ. ഒരു കൊലയാളിയുടെ കഥയല്ലേ ഇത്? സാറ് കിടന്നുറങ്ങട്ടെ. നാളെ വണ്ടി ഓടിച്ച് പോകാനുള്ളതല്ലേ. മാഡം റൂമിലേക്ക് ചെല്ല്. മോനവിടെ തനിച്ചല്ലേ ഉള്ളൂ. സത്യം പറ, ഇനി ആലിസ് തന്നെ നിലവിളിച്ചതാണോ? അത് ഞാനോ? ഞാൻ എന്തിനു നിലവിളിക്കണം? മാഡത്തിന്റെ ഓരോ തോന്നലുകള്. ഞാൻ ഉറങ്ങില്ല എന്ന് പറഞ്ഞത് സത്യമാ. ആരെങ്കിലും വാതിലിൽ തട്ടിയതായി ആലിസിന് തോന്നിയോ? ഇല്ല. ഇവിടെ ഇപ്പൊ വാതില് തട്ടാൻ മാത്രം ആരാ ഉള്ളത്? മാഡവും സാറും മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ വന്ന് വിളിച്ചാൽ തന്നെ ഞാൻ എന്തിനു നിലവിളിക്കണം? സാർ ഉറങ്ങട്ടെ മാഡം. ഇപ്പൊ റൂമിലേക്ക് ചെല്ല. എങ്കിൽ ആലിസിന് തനിച്ച് കിടക്കണ്ട, എന്റെ മുറി വന്ന് കിടക്ക. ഇതിലിപ്പോ പേടിക്കാൻ എന്താ ഉള്ളത് മാഡം? ഇവിടെ സാറല്ലേ. മാഡം ചെല്ല്. അഥവാ ഇനി എന്തേലും ഒച്ച കേട്ടതായി തോന്നിയാ അപ്പൊ സാറിനെ പോയി വിളിച്ചുണർത്താലോ. ചെല്ലു മാഡം. മോനവിടെ തനിച്ചല്ലേ. ചെല്ലു മാഡം. ഇനി അച്ഛൻ ചെന്ന് ആലിസിന്റെ വാതിലിൽ തട്ടിയതാവുമോ? ഛേ, അച്ഛൻ അതിന് തയ്യാറാവില്ല. അങ്ങനെ ചിന്തിക്കുന്നതേ പാപമാ. അച്ഛൻ അത്രക്കാരനല്ല. വാതിലിൽ ആരെങ്കിലും തട്ടിയെങ്കിൽ ആലിസ് തനിച്ച് കിടക്കില്ലെന്ന് ഉറപ്പല്ലേ?
ഇനി ആലിസ് പറയും പോലെ എൻ്റെ വെറും തോന്നലാവൂ? എന്റെ ജീവൻ എടുക്കാൻ വന്നതല്ലേ? അത് ചെയ്തിട്ട് എസ് പി സാർ ഇനി ഇവിടുന്ന് പോയാൽ മതി. അതിനുവേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നത്. നിരഞ്ജനയുടെ മുന്നിൽ വെച്ച് ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്താനുള്ള ധൈര്യം നിങ്ങൾക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ധൈര്യത്തിൽ തന്നെയാ നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കിയിട്ടും ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത്. SI സുഗതൻ പറഞ്ഞ വിവരം വെച്ചല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? അതിനു മുൻപേ നിങ്ങൾ എന്നെ കണ്ടെത്തിയെന്ന് ഞാനും അറിഞ്ഞിരുന്നു. അപ്പൊ രണ്ടും കൽപ്പിച്ചാണല്ലേ നിന്റെ വെല്ലുവിളി? ഇപ്പൊ SP വിശ്വനാഥൻ തല ഉയർത്തി എന്റെ മുന്നിൽ നിൽക്കുന്നത് എന്റെ ദയ കൊണ്ട്. നിങ്ങൾ എന്റെ മുറിയിൽ കയറി എന്നെ കടന്നു പിടിച്ചെന്ന് ഞാൻ നിരഞ്ജനയോട് പറഞ്ഞിരുന്നെങ്കിലും അവിടെ അഴിഞ്ഞു വീഴും നിങ്ങളുടെ മാനാഭിമാനം. സ്ത്രീ ലംബടനെന്ന് പറഞ്ഞ് നിങ്ങളുടെ മരുമകൾ നിങ്ങളുടെ മുഖത്ത് തുപ്പും. നിരഞ്ജന അത് ചെയ്യുമെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. നിങ്ങളുടെ മുറിയുടെ വാതിൽക്കൽ വരെ പോയ അവളെ നിർബന്ധിച്ചാ ഞാൻ തിരിച്ചു പറഞ്ഞു വിട്ടത്. അവൾ അവിടെ കയറി നോക്കുമ്പോ നിങ്ങളെ കണ്ടില്ലെങ്കിലും വേലക്കാരിയുടെ മുറിയിൽ നിന്ന് ഭർത്താവിന്റെ അച്ഛനെ അവള് കൈയോടെ പിടിക്കും. എന്നെ കൊല്ലാൻ വന്നതാണെന്ന് SP സാറിന് പറയാൻ പറ്റുമോ? സുധിയുടെ അച്ഛൻ തരം താഴ്ന്നു പോവരുതെന്ന് ഞാൻ കരുതി. പിന്നെ എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. അത് കേട്ടിട്ട് എന്നെ കൊന്നിട്ട് വയ്ക്കും. നിങ്ങളുടെ മകനിൽ അവകാശം സ്ഥാപിക്കാനാണ് ഞാൻ വന്നതെങ്കിൽ ഇത്രയും കാലം വരെ അതിന് കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇനി എന്റെ കുഞ്ഞിനെ കടത്തിക്കൊണ്ടു പോകാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ എന്നെ തിരിച്ചറിയുന്നതിന് മുൻപേ എനിക്കതാവാമായിരുന്നു. എനിക്ക് തുണയായിട്ട് ഈ വീട്ടിൽ ഭാമിനി ഉണ്ണിത്താനുണ്ടായിരുന്നു. എന്തിനാണ് നിരഞ്ജൻ അവരെ പറഞ്ഞു വിട്ടതെന്ന് മരുമകളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. ആലിസിന്റെ വില അന്നേരം നിങ്ങൾ അറിയും. എന്താ നിന്റെ ഉദ്ദേശം? കള്ളപ്പേരിൽ പിന്നെ എന്തിനു നീ ഇവിടെ നുഴഞ്ഞു കയറി? എന്റെ കുഞ്ഞിന്റെ കൂടെ അല്ലാതെ പിന്നെ ഞാൻ എവിടെ ജീവിക്കണം? ഇപ്പൊ എനിക്കൊരു ഉദ്ദേശവും ഇല്ല. ഞാൻ ആരാണെന്ന് നിരഞ്ജനെ അറിയിക്കില്ലെന്ന് ഉറപ്പ് കൊടുത്തിട്ടാ ഫൈസ സാർ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആ ഉറപ്പ് ഞാൻ പാലിക്കും. സുധി തിരിച്ചെത്തും മുൻപ് ഞാൻ ഇവിടെ നിന്ന് പോകും. അതുവരെ നിന്നെ ഞാനിവിടെ വെച്ച് പൊറപ്പിക്കില്ലടേ. നിങ്ങൾ എന്നെ എന്ത് ചെയ്യുന്നാ പറയുന്നത്? കൊല്ലുമെന്നോ? അവിടം കൊണ്ട് എല്ലാം തീരുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഞാനിവിടെയുള്ള വിവരം പലർക്കും അറിയാം. എനിക്കെന്തേലും സംഭവിച്ചാൽ ഫൈസ സാറും സ്നേഹ മാഡവും നിങ്ങളുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. എന്റെ മരണത്തിലൂടെ നിങ്ങൾ എന്തൊക്കെയാണോ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ കൺമുമ്പിലൂടെ ഒലിച്ചു പോകുന്നത് നിങ്ങൾക്ക് കാണാം. മകനും മരുമകൾക്കും ഒരു ജീവിതം സമ്മാനിക്കാൻ പാഞ്ഞു നടക്കുന്ന നിങ്ങള് ഇപ്പോഴും ഒരു കാര്യം അറിയുന്നില്ല, നിങ്ങളൊരു മണ്ടനായ അച്ഛനാണെന്ന്. അതറിയുന്ന ഒരു കാലം ഉണ്ടായാൽ ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കും. നീ എന്താ പറഞ്ഞു വരുന്നത്? ഞാനായിട്ട് മറ്റൊരാളിന്റെ ജീവിതം തകർക്കില്ല. എന്റെ കുഞ്ഞിനെ നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പെറ്റമ്മയെ കൊന്നുകളയാൻ ഭ്രാന്ത് പിടിച്ച് നടക്കുന്നു. നിങ്ങളോളം സ്വാർത്ഥനായ ഒരു മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടോ? ഇതൊക്കെ കൊണ്ട് നിങ്ങൾ എന്താ നേടുന്നത്? എന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ ഞാൻ അനുഭവിച്ച യാതനകൾ നിങ്ങളെപ്പോലെ ഒരാൾക്ക് മനസ്സിലാവില്ല. ഒന്നും കൊല വിളിച്ച് നടക്കുന്നവർക്ക് എന്ത് മനുഷ്യത്വമാണുള്ളത്? മനുഷ്യന്റെ ഉടലും പിശാചിന്റെ മനസ്സും. ഈ നിമിഷം എന്റെ ഒരു വെളിപ്പെടുത്തൽ മതി നിങ്ങളെ നിലം പതിപ്പിക്കാൻ.